ആർക്കും പീരീഡ്സ് ഇഷ്ടമല്ല. എന്നാൽ ഒരു മാസം പീരീഡ്സ് കിട്ടിയില്ലെങ്കിൽ, നന്നായിട്ടൊന്ന് ഫ്ലോ വന്നില്ലെങ്കിൽ പോലും ആകെ ആവലാതിയാണ്. ദുഷിച്ച് രക്തം ശരീരത്തിൽ കെട്ടിക്കിടക്കും എന്നുള്ള പൊട്ട കൺസെപ്റ്റ് വരെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെയൊന്നും ഇല്ലെന്നേ. പ്രഗ്നൻസി എക്സ്ക്ലൂഡ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. ഒരു സ്ത്രീക്ക് എന്തിനാണ് ഈ പീരീഡ്സ്? ഈ ബ്ലീഡിങ്ങിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഓവുലേഷൻ. അത് കൃത്യമായിട്ട് നടന്നിട്ട് പ്രഗ്നൻസി വന്നില്ലെങ്കിൽ അതിനുള്ള പ്രിപ്പറേഷൻ ഈ യൂട്രസ് ഷെഡ് ചെയ്ത് കളയുന്നതാണ് പീരീഡ്സ്. നിങ്ങൾ ഇറഗുലർ ആയിട്ടാണ് ബ്ലീഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ മര്യാദയ്ക്ക് ഓവുലേറ്റ് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. PCO പോലുള്ള ഹോർമോൺ ഇംബാലൻസ് കൂടുന്ന ഈ കാലത്ത് അതിനു വേണ്ടി ഒരു ലൈഫ് സ്റ്റൈൽ അഡ്ജസ്റ്റ്മെന്റും ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് എല്ലാ മാസവും പീരീഡ്സ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഒരു മരീചിക തന്നെയാണ്. പറഞ്ഞു വരുന്നത്, മാസം തോറുമുള്ള പീരീഡ്സ് ഒരു നീഡയല്ല. എന്നാൽ ഓവുലേഷൻ ഒരു നീഡാണ്. കല്യാണം കഴിക്കാൻ പോകുന്നവർക്കും അടുത്ത പ്രഗ്നൻസി ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്കും. ഇത്തരം ആളുകൾ ഓവുലേഷൻ കറക്റ്റ് ചെയ്യാനും ഇനി ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്ത് പ്രഗ്നൻസിക്ക് വേണ്ടിയും മറ്റും ട്രീറ്റ്മെന്റ് എടുക്കാം. ഇനി കൗമാര പ്രായക്കാര്, ഫാമിലി എല്ലാം കംപ്ലീറ്റ് ചെയ്തവരൊക്കെ അറിയേണ്ടത് ഇത്രയാണ്. നിങ്ങൾ 3-4 മാസമൊക്കെ ബ്ലീഡ് ചെയ്യാതിരുന്ന യൂട്രസിൽ കട്ടി കൂടി ഒരു ഹെവി ബ്ലീഡിങ് വരാനും പിന്നെ ഭാവിയിൽ എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലേസിയ, ഗർഭാശയ ക്യാൻസർ മുതലായ മാരക രോഗങ്ങളിലേക്ക് പോവാനും സാധ്യതയുണ്ട്. ഇതിന് തടയിടണം. എങ്ങനെ? 2 മാസം കൂടുമ്പോഴെങ്കിലും ഡോക്ടറെ കാണിച്ച് ടാബ്ലറ്റ് കഴിച്ചൊരു വിത്ഡ്രോവൽ ബ്ലീഡ് വരുത്തിയാൽ മാത്രം മതി. ഓവുലേഷൻ ഇവിടെ നിർബന്ധമില്ല. അപ്പൊ ഒരു മാസം ബ്ലീഡ് ചെയ്തില്ലെങ്കിൽ ഉറക്കം കളയേണ്ട കാര്യമൊന്നുമില്ല. ഇനി എല്ലാ മാസവും 7 ദിവസം ബ്ലീഡിങ് അത് നിർബന്ധമാണെങ്കിൽ ലൈഫ് സ്റ്റൈൽ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളും കൂടെ അതിന് എഫേർട്ട് എടുക്കൂ.